ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു സ്പാർട്ടൻസ്. UPSC പ്രിലിംസ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ദ കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് അംബേദ്കർ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ലെറ്റ് മീ ഷെയർ എ സ്ക്രീൻ ഫോർ യു ഗൈസ്. സോ ഈ ഡിസ്കഷനിൽ നമ്മൾ ഇവിടെ ഒരു കമ്പാരിറ്റീവ് ടേബിൾ മോഡലിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് വിത്ത് ഗാന്ധി ആൻഡ് അംബേദ്കർ എന്ന് പറയുന്ന ഈ ഒരു കമ്പാരിറ്റീവ് ടേബിളിൽ നമുക്ക് ആദ്യം ഇവരുടെ ബർത്തുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ലൈക്ക് 1869 ഗുജറാത്തിലെ പോർബന്തറിൽ ഗാന്ധി ജനിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോ. ദെൻ ഹി ബിലോങ്സ് ടു വൈശ്യ കാസ്റ്റ്. വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഗാന്ധി വരുന്നത് ഇൻ എ ബനിയ കമ്പനി. ദാറ്റ് യു നോ. 1891 ആക്ച്വലി മധ്യപ്രദേശിന്റെ മൗവ റീജിയനിൽ ഇദ്ദേഹം ജനിക്കുന്നത് അംബേദ്കർ. പക്ഷേ ഹി ബിലോങ്സ് ടു എ ദളിത് കമ്മ്യൂണിറ്റി. അപ്പൊ ദളിത് എന്ന് പറയുന്ന ഒരു ടേം അത് ഉദ്ദേശിക്കുന്ന എന്താണ്? അത് ലോവർ കാസ്റ്റിനെയും ഡിപ്രസ്ഡ് ക്ലാസസിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ദളിത് എന്ന് പറയുന്ന ടെർമിനോളജി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ ജ്യോതിബ ഫുലെ. ഇപ്പൊ ജ്യോതിബ ഫുലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സോഷ്യൽ റിഫോർമേഷന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലെ, ഗുലാംഗിരി വർക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ. നൗ മൂവിങ് ഫോർവേഡ് വി ആർ ഡിസ്കസിങ് certain very important education contribution and ബേസിക്കലി നിങ്ങൾക്ക് അറിയാം ഗാന്ധി ഒരു ബാരിസ്റ്റർ ആയിരുന്നു എന്നുള്ളത്. ലണ്ടനിലോട്ട് പോയി സെർവ് ചെയ്യുന്നുണ്ട്, പിന്നീട് സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നുണ്ട് കേസിന്റെ ഭാഗമായിട്ടെല്ലാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധി. അതേ സമയത്ത് അംബേദ്കറിലോട്ട് വരുന്ന സമയത്ത് ഹി ഹാഡ് സെക്യൂർഡ് ദിസ് PhD ഫ്രം കൊളംബിയ ആൻഡ് DSc ഫ്രം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് ലോ ഫ്രം അനദർ ഗ്രേസ് ഇൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, എസ്പെഷ്യലി കമ്മിങ് ഫ്രം ദിസ് ദളിത് കമ്മ്യൂണിറ്റി, അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് അംബേദ്കർ എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇനി നമ്മൾ അവരുടെ വിഷൻ പറയും, കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയും, അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, വർക്ക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് റിഗാർഡിംഗ് ദ കോർ വിഷൻ ഓഫ് ഗാന്ധി. ഗാന്ധിയുടെ ഐഡിയോളജി നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഹിംസ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഉണ്ടായിരുന്നത് അല്ലെ. അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സോ ഈ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ മറ്റൊരു ടെക്നിക്കൽ യൂസേജ് ആണ് പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പാസീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഗാന്ധിയുടെ ഒരു വിഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ദെൻ അലോങ് വിത്ത് സംതിങ് കോൾഡ് സത്യ. അങ്ങനെ സത്യം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അഹിംസാ രീതികൾ, ദാറ്റ് ഇസ് കോൾഡ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഇന്ത്യയിൽ പിന്നീട് അപ്ലൈ ചെയ്യുന്നു മാത്രം. ആൻഡ് ഈസ് ഹാവിംഗ് വൺ കോൺസെപ്റ്റ് ഓഫ് സ്വരാജ് ത്രൂ ഗ്രാം സ്വരാജ്. സ്വരാജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന ആശയം കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്? സെൽഫ് റിലയൻസ് ഓഫ് ദ വില്ലേജസ്. ഗ്രാമങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയെ കുറിച്ച് ഗാന്ധി ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹി അഡ്വക്കേറ്റഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇൻ എ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് കമ്മ്യൂണലിസം. അപ്പൊ അതിൽ നിന്ന് ഗാന്ധി ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ചില പെർസ്പെക്ടീവ്സ്. കമ്മിങ് ടു അംബേദ്കർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മിങ് ഫ്രം ദിസ് ദളിത് കമ്മ്യൂണിറ്റി, അംബേദ്കർ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ അനിഹിലൈസേഷൻ? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the term annihilation meaning complete destruction. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് കാസ്റ്റ്. കാരണം കാസ്റ്റ് സിസ്റ്റം ആണ് യഥാർത്ഥത്തില് നമ്മുടെ പ്രോഗ്രസിനെ തടഞ്ഞു നിർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അംബേദ്കർ. അതിന്റെ ഭാഗമായിട്ട് ഈ അഡ്വക്കേറ്റഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ഓഫ് ദളിത് കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ അഡ്വക്കേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നതും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട വാല്യൂസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അംബേദ്കറിന്റെ ഒരു ഇടപെടലോട് കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി സ്പെസിഫിക്കലി ഓൺ കാസ്റ്റ് സിസ്റ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഗാന്ധി ഡെഫിനറ്റ്ലി ഹി ഒപ്പോസിഡ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു നോഷനെ ഗാന്ധിയും എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി ഡിഡിന്റ് വാണ്ട് സംതിങ് കോൾഡ് ആസ് അനിഹിലേഷൻ. ഗാന്ധിക്ക് അംബേദ്കർ ചെയ്ത പോലെ ഒരു അനിഹിലേഷന്റെ ആവശ്യമോ അതിന്റെ ഒരു താല്പര്യമോ ഉണ്ടായിരുന്നില്ല. ഈ സപ്പോർട്ടഡ് ദ വർണ്ണ സിസ്റ്റം ഇൻ റിഫോംഡ് ഫോം. വർണ്ണ സിസ്റ്റം നമുക്ക് ആകാം, പക്ഷെ അതൊരു അൺടച്ചബിലിറ്റി ആയിട്ടും
ഒരു ഹ്യൂമൻ ഡിസ്ക്രിമിനേഷനും ആകണ്ട എന്നേ ഗാന്ധി പറഞ്ഞിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിജക്ഷൻ പറഞ്ഞിട്ടില്ല. അതാരാണ് പറഞ്ഞത്? അംബേദ്കർ ആണ്. സോ അംബേദ്കർ ഹാഡ് എ ടോട്ടൽ റിജക്ഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് വർണ്ണ സിസ്റ്റം. ആൻഡ് ഗാന്ധി ഹി പ്രൊമോട്ടഡ് സംതിങ് കോൾഡ് ആസ് ഹരിജൻ. ഹരിജൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഈ ദളിതരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആസ് എ സൺസ് ഓഫ് ദി ഗോഡ്, ഹരിജൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൺ സിൻസ് കാസ്റ്റിസം എക്സിസ്റ്റഡ് ദർ, കാസ്റ്റിസത്തിൽ മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഈവൻ അഡ്വക്കേറ്റഡ് ഫോർ കൺവേർഷൻ. അങ്ങനെ അവസാനം അംബേദ്കറും കൂട്ടരും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദേ ആർ കൺവേർട്ടിംഗ് ഇൻ ടു ബുദ്ധിസം. ദാറ്റ്സ് വൈ ദാറ്റ് ബുദ്ധിസം ഈസ് കോൾഡ് ആസ് നിയോ ബുദ്ധിസം. അങ്ങനെ നിയോ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് 1950കളുടെ ഒരു സമയത്തിൽ. ഓൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ കമ്പാരിറ്റീവ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ ഗാന്ധി അഡ്വക്കേറ്റഡ് മാസ് മൂവ്മെന്റ് such as we are having non-cooperation movement of 1920, civil disobedience movement of 1930s, Quit India movement of 1942. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഗാന്ധി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾ ഹാവിംഗ് ദ അണ്ടർലൈനിങ് കോൺസെപ്റ്റ് ഓഫ് അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ. ആൻഡ് ഗാന്ധി ഓൾസോ അഡ്വക്കേറ്റഡ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്, ദാറ്റ് ഈ സോഷ്യൽ റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള ചില പ്രോഗ്രാംസ് ലൈക്ക് ഖാദി, വില്ലേജ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് ഗാന്ധി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കമ്പയർ ടു അംബേദ്കർ, ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംബേദ്കറുടെ ഫോക്കസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ദളിത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഉന്നമനവും അതിനടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഒരു ഉന്നമനവുമാണ് അംബേദ്കറുടെ പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗവേണൻസ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അംബേദ്കർ ഈസ് ഗോയിങ് ടു സപ്പോർട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. Okay, so that's why he's going to have constitutional method of agitation. നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത് നിയമത്തിന്റെ അകത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. യു ഗൈസ് നോ സംതിങ് കോൾഡ് ആസ് ദ സൈമൺ കമ്മീഷൻ, റൈറ്റ്? അപ്പൊ സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് ഒരുപാട് പേര് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ സൈമൺ കമ്മീഷന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അംബേദ്കർ. And he strongly advocated for education and rights through laws. അങ്ങനെ നിയമങ്ങളിലൂടെ എഡ്യൂക്കേഷൻ കിട്ടണം, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റണം എന്ന രീതിയിലാണ് അംബേദ്കർ നിന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, സോ ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു പോയിന്റോടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഫ് 1942. ഇതിൽ അംബേദ്കറിന്റെ ഒപ്പീനിയൻ എന്തായിരുന്നു? അംബേദ്കർ വെദർ ഹി സപ്പോർട്ടഡ് ദിസ് വൺ ഓർ ഹി വാസ് എഗെയിൻസ്റ്റ് ദിസ് വൺ. ദ പോയിന്റ് ഇസ് ദാറ്റ് അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റുകൾക്ക് യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ചെയ്യാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ, അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ്, പൊളിറ്റിക്കൽ മെത്തേഡ് വാസ് സംതിങ് ഡിഫറെന്റ് ഫ്രം അതർ ലീഡേഴ്സ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കൽ ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പ്രിലിംസിന് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗനൈസേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ. ഗാന്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സബർമതി ആശ്രമം നിങ്ങൾക്കറിയാം, സേവാഗ്രാം ആശ്രമം വരുന്നുണ്ട്, ഹരിജൻ സേവക് സംഘ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതേ സമയത്ത് വെൻ യു കം ടു അംബേദ്കർ, അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് ബഹിഷ്കൃത് ഹിതകാരണി സഭ, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ പ്രിലിംസിൽ നിങ്ങൾക്ക് കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് 1, 2, 3, 4. എന്നിട്ട് ഹൗ മെനി ഓഫ് ദി എബോവ് പേഴ്സ് ആർ കറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഡോക്ടർ അംബേദ്കർ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ ഡിസ്കസിങ് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗാന്ധി ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എത്തിക്കൽ വാല്യൂസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് അംബേദ്കർ അതിന്റെ ചീഫ് ആർക്കിടെക്ട് ആയിട്ട് മാറുകയും ചെയ്തു. ഹി വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നൗ റിഗാർഡിംഗ് വ്യൂ ഓൺ ഹിന്ദുയിസം, ദെയർ പെർസ്പെക്റ്റീവ് ഓൺ ഹിന്ദുയിസം. ഗാന്ധി ഹിന്ദുയിസത്തെ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ദളിത് കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ നിർത്താനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് മാക്ഡൊണാൾഡ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് വന്നിട്ട് ദളിത് കമ്മ്യൂണിറ്റിക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി അതിനെതിരെ പൊരുതുകയും
അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നത്, പൂനെ പാക്ട് 1932 സംഭവിക്കുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അതേസമയത്ത് ഞാൻ പറഞ്ഞ പോലെ ദളിതർക്ക് എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നിട്ടും വേണ്ട ഒരു മുന്നോക്കം സംഭവിക്കുന്നില്ല, ഒരു പ്രോഗ്രസ് വരുന്നില്ല എന്ന് കണ്ടപ്പോ ഫൈനലി അംബേദ്കർ ഡിസൈഡഡ് ടു കൺവേർട്ട് ഇൻ ടു ബുദ്ധിസം ഇൻ 1956. അതാണ് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേർഡ് നിയോ ബുദ്ധിസം എന്ന് പറയുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നത് കൊണ്ട് തങ്ങളുടെ ദളിതർക്ക് ഒരു പ്രോഗ്രസും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഫൈനലി എന്ത് ചെയ്തു, അദ്ദേഹം ബുദ്ധിസത്തിലൂടെ സ്വീകരിച്ചു, ഈവൻ ആഫ്റ്റർ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതാണ് അംബേദ്കർ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ്. നൗ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഇവിടെ മേജർ ഓർഗനൈസേഷൻസ് അസോസിയേറ്റഡ് എന്ന് പഠിച്ചില്ലേ, എന്നതുപോലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ് മേജർ വർക്ക് അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ദീസ് പേഴ്സണാലിറ്റീസ്. അതിൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഹിന്ദു സ്വരാജ് 1909. ദെൻ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ഒട്ട പേര്. ദെൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക് കൂടെ വരുന്നുണ്ട്. അതേസമയത്ത് അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി. ഈ പ്രോബ്ലം ഓഫ് ദ റുപ്പിയുടെ ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസും വീക്ഷണങ്ങളുമാണ് ഹിൽട്ടൺ കമ്മീഷൻ സ്വീകരിക്കുന്നതും. അങ്ങനെ ഹിൽട്ടൺ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് പിന്നീട് RBI ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ദെൻ ഹൂ വർ ദ ശൂദ്രാസ്, ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട വർക്കുകൾ ഇദ്ദേഹമായിട്ട് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പ്ലസ് ഓർഗനൈസേഷൻ ആൻഡ് വർക്കുകൾ. ഇത് രണ്ടുമാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മിസ് ആക്കേണ്ടത്. ദെൻ വ്യൂ ഓൺ ദ ബ്രിട്ടീഷ് റൂൾ. നമ്മൾ അവരുടെ പൊളിറ്റിക്കൽ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഗാന്ധി ഫോർട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ യൂസിങ് സത്യാഗ്രഹ ആൻഡ് സിവിൽ ഡിസോബിയൻസ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്ടീവിൽ ഗാന്ധി സമരം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രിട്ടീഷിന്റെയും അപ്പർ കാസ്റ്റ് ഡോമിനേഷനെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. ആൻഡ് ഹി സിംപ്ലി വർക്ക്ഡ് ഫോർ ദ റൈറ്റ് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റി. ദളിത് കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവർണൻസുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അല്ലാണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഹി വാസ് ടോട്ടലി സപ്പോർട്ടീവ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, തെറ്റാണ്. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ദ സേക്ക് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്കറിയാം പൂനെ പാക്ട് ഞാൻ കുറച്ച് മുന്നേ സൂചിപ്പിച്ചു. ഗാന്ധി വാസ് എഗെയിൻസ്റ്റ് ദി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദ ദളിത് കമ്മ്യൂണിറ്റി. ദളിത് കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇലക്ടറൽ സിസ്റ്റം വേണമെന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഗാന്ധി എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗാന്ധി വാണ്ടഡ് ദിസ് ദളിത് കമ്മ്യൂണിറ്റി വിത്തിൻ ദ ഹിന്ദു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട എന്നുള്ളത്. ഓക്കെ. സോ അതായിരുന്നു ഗാന്ധിയുടെ പെർസ്പെക്റ്റീവ്. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഡിമാൻഡ് ദ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദ ദളിത്. അപ്പൊ ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള ഒരു ക്ലാഷിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലി ദേ കെയിം ടു എൻ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് വിളിക്കുന്ന പേരാണ് പൂനെ പാക്ട്. ആ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്, യെസ് ഫൈനലി നമുക്ക് എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണ്ട, ഇൻസ്റ്റെഡ് വി കൻ ഗോ വിത്ത് സർട്ടൻ റിസർവേഷൻ ഫോർ ദിസ് ദളിത് കമ്മ്യൂണിറ്റി. ദളിത് കമ്മ്യൂണിറ്റിക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ റിസർവേഷൻ കൊണ്ടുവരാം എന്നുള്ള രീതിയിലോട്ട് മാറ്റുന്നതാണ്. ഓക്കെ. ഫൈനലി ഇവിടെ ജസ്റ്റ് പറയുന്ന 2 കാര്യങ്ങളാണ്. ഗാന്ധിയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ആസ് ദ ഫാദർ ഓഫ് ദി നേഷൻ ആയിട്ട് പറയാറുണ്ട്, ആൻഡ് സിമ്പിൾ ഓഫ് നോൺ വയലൻസ് ആൻഡ് മോറൽ പൊളിറ്റിക്സ്. അതേസമയത്ത് അംബേദ്കർ നമ്മൾ പറയുന്നത് എന്താണ്, മെസ്സി ഓഫ് ദളിത് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആള് എന്ന രീതിയിൽ അദ്ദേഹത്തെ പറയാറുണ്ട്, ആൻഡ് ഹെഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആയിട്ടും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ക്ലാസ് നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ടെലിഗ്രാമിന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫർദർ ആയിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഒന്ന്, ഗാന്ധി പ്രൊമോട്ടഡ് ഹരിജൻ അപ്ലിഫ്റ്റ്മെന്റ് നോട്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഇത് രണ്ടാണ് ഡിഫറൻസ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ഹരിജൻ അപ്ലിഫ്റ്റ്മെന്റ് ആണ്, പ്രോഗ്രസ് ആണ്. അതേസമയത്ത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നാണ് ആര് പറഞ്ഞത്, അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അംബേദ്കർ റിജക്റ്റഡ് വർണ്ണ സിസ്റ്റം ആൻഡ് കോൾഡ് ഫോർ ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ്. ഗാന്ധി അതേസമയത്ത് വർണ്ണ സിസ്റ്റത്തിന് റിജക്ഷൻ ആണോ വന്നത്, അല്ല, റിഫോംസ് ആണ് വന്നത്. ദെൻ പൂനെ പാക്ട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് അംബേദ്കർ ഓൺ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദളിത്. അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ട് വാസ് ദ റിസൾട്ട്, ദളിതർക്ക് റെപ്രസെന്റേഷനിൽ വി കൻ സി റിസർവേഷൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. അപ്പൊ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് വരുന്നില്ല. ദെൻ ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് എന്നുള്ളത് ഇന്ത്യൻ സിവിലൈസേഷനും അതിന്റെ ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് ഗാന്ധി വാസ് സംതിങ് ക്രിട്ടിക് ഓഫ് ദ മോഡേണിറ്റി.
ഗാന്ധി മോഡേണിറ്റിക്ക് കുറച്ച് എതിരായിരുന്നു എന്നുള്ള രീതിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അംബേദ്കർ പറഞ്ഞത് വി ഷുഡ് ഗോ ഫോർ പ്രോഗ്രസ്, അതിന് കാസ്റ്റിസം ഒരു ചലഞ്ച് ആണ് എന്നുള്ളത് കൊണ്ടാണ് അവസാനം ദളിത് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും ഇത് എടുത്ത് ഒഴിവാക്കുന്നത്. ഓക്കെ. ആൻഡ് അംബേദ്കർസ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ദാറ്റ് സ്ട്രോങ്ലി ക്രിട്ടിക് ഓഫ് ഹിന്ദു ഓർത്തഡോക്സി ആൻഡ് ഗാന്ധിസ് പൊസിഷൻ. ഗാന്ധിയുടെ ഒരു അപ്രോച്ചിനെ ടോട്ടലി ഇദ്ദേഹം എതിർക്കുന്നുണ്ട്. ഈവൻ ഗാന്ധിയുടെ വില്ലേജ് കോൺസെപ്റ്റുകൾ വരെ ഇദ്ദേഹം എതിർക്കുന്നുണ്ട്. ഓക്കെ. കാരണം വില്ലേജുകളിലാണ് കാസ്റ്റിസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് അംബേദ്കർ പറയുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. സോ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ഒരു 15 മിനിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗാന്ധി വേഴ്സസ് അംബേദ്കർ എന്ന് പറയുന്ന രൂപത്തിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് വായിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് വായിക്കാം. നിങ്ങൾ 1, 2 എന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലേണിംഗ് പരിപൂർണമായിട്ട് ഇവിടെ അവസാനിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 1 is this one. Consider the following statement about Mahatma Gandhi and Dr. B.R. Ambedkar. Gandhi emphasized moral and spiritual purification as means of social reform. Ambedkar believed in the annihilation of caste through political and legal means. Gandhi supported separate electoral for Dalits to empower them politically. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ സാധാരണ വിച്ച് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ വീഡിയോക്ക് താഴെ 1 എന്ന് നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാതിരിക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Gandhi was in favor of Panchayat Raj and village Swaraj. Ambedkar termed the village system as a den of ignorance and casteism. Which of the above are correct? വീണ്ടും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിന്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തിട്ട് നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് എത്രമാത്രം ശരിയാക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യലാണ് ചെയ്യേണ്ട കാര്യം. Now, one more thing that you have to know that നമ്മുടെ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ പുതിയ ബാച്ച് മെയ് മാസത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കാം. നമ്പറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ചെയ്യുക. ദെൻ ഈ പറഞ്ഞതുപോലെ ഈ നോട്ട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഗാന്ധി അംബേദ്കർ നോട്ട് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മെൻഷുർ ചെയ്യാം. മോർ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ക്ലാസ് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോക്ക് താഴെയായിട്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പൊ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.